സോ ബിഗ് ബോസ് തമിഴ് സീസൺ 8 59ാമത്തെ ദിവസത്തിന്റെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്ക് പോകാം. അപ്പം ഈ ഒരു 59 ദിവസമാകുമ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഹൈപ്പ് ഈ ഒരു സീസണിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലുമില്ല. പിന്നെ TRP കൂട്ടാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ കണ്ടസ്റ്റൻസിനെ തമ്മിലടിപ്പിച്ച് എങ്ങനെയെങ്കിലും TRP കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1 ലാഖിന് മുകളിൽ ലൈവ് ഓഡിയൻസ് ഉണ്ടായിരുന്നു സീസൺ 8ന്റെ ഒരു ലൈവ് ടെലികാസ്റ്റിൽ. അപ്പം അതായത് ഒരു രീതിയിലും നമുക്ക് പ്രേക്ഷക സപ്പോർട്ട് വരുന്നില്ല, പ്രേക്ഷകർ എത്തുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു തമ്മിലടി, കണ്ടസ്റ്റൻസിനെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി പ്രൊമോസ് അല്ലെങ്കിൽ പ്രൊമോസോ ഇല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏഞ്ചൽ വേഴ്സസ് ഡിമോൺ എന്നൊരു ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടാസ്കിന് വേണ്ടി ഇന്നലെ തന്നെ പല പോർഷൻസ് കട്ട് ചെയ്തിട്ട് 6 or 7 പ്രൊമോസ് ആണ് ഇന്നലെ തന്നെ സീസൺ 8ന്റെ ടീം പുറത്തുവിട്ടത്. വേറൊന്നുമല്ല, പ്രേക്ഷകരെ എങ്ങനെയെങ്കിലും എത്തിക്കണം. ആ ഒരു പ്രൊമോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൂട്ടത്തല്ലും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എടുത്തു കാണിച്ചിട്ടുള്ള പ്രൊമോയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലും പ്രേക്ഷകർ വരട്ടെ എന്ന് കരുതി. എന്തായാലും അതിനൊക്കെ ബലമുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പ്രേക്ഷകർ ഇന്നലെ ലൈവ് കാണാനുണ്ടായിരുന്നു. 1 ലാഖിന് മുകളിലായിരുന്നു ഒട്ടുമിക്ക സമയങ്ങളിൽ ലൈവ് ഓഡിയൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഏഞ്ചൽ വേഴ്സസ് ഡിമോൺസ് എന്ന ടാസ്കും ഒരു പരിധി വരെ നമ്മുടെ സീസൺ 8ന്റെ കണ്ടസ്റ്റൻസ് കുളമാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സീസൺ തുടങ്ങിയത് മുതലുള്ള ഓരോ വീക്ക്ലി ടാസ്കുകൾ എടുത്തു കഴിഞ്ഞാൽ പോലും എല്ലാം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുളവാക്കിയിട്ടുണ്ട്. ഒരു ടാസ്കിനെ എങ്ങനെ കാണണമെന്നോ ഒരു ടാസ്കിൻ്റെതായ രീതിയിൽ ചെയ്യാനോ അതിൻ്റെതായ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രേക്ഷകരിലേക്ക് മികച്ച രീതിയിൽ എത്തുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ അറിയത്തില്ല. പേഴ്സണൽ ഗ്രഡ്ജസും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ആ ഒരു ടാസ്കിനെ കുളമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സീസൺ 8 തുടങ്ങിയത് മുതൽ ഈ ഒരു 9ാമത്തെ ആഴ്ചയിലും കണ്ടുവരുന്നത്. ഈ ഒരു ഏഞ്ചൽ വേഴ്സസ് ഡിമോൺ എന്ന ടാസ്ക് ഇന്നലെ തുടങ്ങിയതിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, കൂട്ടത്തല്ല് തന്നെയായിരുന്നു അതിനുള്ളിൽ നടന്നത്. ഏഞ്ചൽസ് വേഴ്സസ് ഡിമോൺ, അവർ 2 ടീമുകളും തമ്മിലും അതുപോലെ തന്നെ ഡെവിൾസിന്റെ ടീമുകളിൽ ഉള്ളിൽ തന്നെ അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചകളും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും തന്നെയാണ് ഇന്നലെ എടുത്തു കാണിച്ചുകൊണ്ടിരുന്നത്. ബിഗ് ബോസും അത് എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു. ആ ഒരു അടിയും പിടിയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും എല്ലാം പുറത്തേക്ക് കാട്ടുമ്പോൾ അത് പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയകളിലൊക്കെ സംസാര വിഷയമാകുകയും TRP കൂടുകയും ചെയ്യുന്നത് കൊണ്ടാവാം അവരും അത് മാക്സിമം എന്റർടൈൻ ചെയ്ത് കൊടുത്തു. അപ്പം ഇന്നലത്തെ ഒരു ടാസ്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ടാസ്ക് എങ്ങനെ കളിക്കണമെന്ന് ഒരു നല്ലൊരു ശതമാനം കണ്ടസ്റ്റൻസിനും അറിയത്തില്ല. അതിൽ കുറച്ച് കണ്ടസ്റ്റൻസിന് എങ്ങനെ കളിക്കണമെന്ന് അറിയാം. അവർ മികച്ച രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു, ഒരു പരിധി വിടാതെ. ബാക്കി കുറച്ച് കണ്ടസ്റ്റൻസ് പേഴ്സണൽ ഗ്രഡ്ജസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടാസ്കിനെ കണ്ടതും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഓപ്പോസിറ്റ് ടീമിനെതിരെ പ്രയോഗിക്കുകയും അത് ആ ഒരു ടാസ്കിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോയത്. നമുക്കറിയാം ഒരു ടാസ്ക് അത് ഒരു ഫിസിക്കൽ ആണെന്നുണ്ടെങ്കിലും മെന്റൽ ആണെന്നുണ്ടെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ടാസ്കുകളാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം, അത് ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷെ ആ ഏത് രീതിയിൽ എന്ന് പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഓവർ ആകരുത്. അതിനൊരു സർട്ടൻ ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റും താണ്ടി പോകരുത്. ബിഗ് ബോസ് പറയുന്നുണ്ടെങ്കിലും ഈ ഒരു ടാസ്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം, അവരെ വളരെ മോശമായ രീതിയിൽ ബുദ്ധിമുട്ടിക്കണമെന്ന് പറയുമ്പോൾ പോലും സ്വയമായിട്ടൊരു കോമൺ സെൻസ് ഉണ്ടാവണം. ആ ഒരു കോമൺ സെൻസ് വെച്ചിട്ടായിരിക്കും ആ ഒരു ടാസ്കിനെ കാണുന്നതും ആ ഒരു ഗെയിം കളിക്കുന്നതും. ആ ഒരു ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വേണം, ആ ഒരു ലിമിറ്റിനപ്പുറം കഴിഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പോകരുത്. ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കണം. കാരണം ഏത് രീതിയിലും മോശമായ ഏത് പ്രവർത്തികളും ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ആ ഒരു ടാസ്കിലായിരുന്നു, ടാസ്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുള്ള ഒരു പെർമിഷനും ഇല്ല, അത് എല്ലാവരും അനുവദിച്ചു കൊടുക്കത്തുമില്ല. ആ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും അത് വേറൊരു ഫിസിക്കൽ അറ്റാക്കിങ്ങിലേക്ക് വരെ വരാവുന്ന രീതിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇന്നലെ പല കണ്ടസ്റ്റൻസും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജരിയാണെന്നുണ്ടെങ്കിലും തർഷികയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നതിനോടൊപ്പം തന്നെ സാജനയാണെന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു തിങ്കിങ് ഇല്ലാതെ വളരെ എന്താ പറയുന്നത് ക്രൂവലായിട്ടുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമ്മൾ ഉപ്പെടുത്ത് മൊത്തം വായിലിടുക, വെള്ളം കുടിക്കാൻ കൊടുക്കാതിരിക്കുക, മുട്ട പൊട്ടിച്ച് വായിലൊഴിക്കുക, അത് നിലത്ത് പോവുക, അതെടുത്ത് മുഖത്ത് തേക്കുക, മറ്റൊരാളുടെ മുഖത്ത് തേക്കുക, അതുപോലെയുള്ള ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിധിയിലിട്ട് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെതായ രസമുണ്ടായിരുന്നു, കണ്ടിരിക്കുന്നവർക്കും അതിൻ്റെതായ രീതിയിൽ എൻജോയ്മെന്റ് കിട്ടിയേനെ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മളെ ഓഡിയൻസ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഓരോ കണ്ടസ്റ്റൻസിനെ വിലയിരുത്തും എന്നുള്ള കാര്യം ഇവര് മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ ജെഫ്രിയെ 135 സിറ്റപ്പ് തർഷിക എടുപ്പിക്കുന്നു, അതിനെതിരെ പ്രതികരിച്ച് അൻഷിത രംഗത്ത് വരുന്നു, അതുമായി ബന്ധപ്പെട്ട് ചെറിയ കശപിശകൾ ഉണ്ടാകുന്നു. അതിനുശേഷം
ശേഷം തഷികയും ജാക്ലിനും സൗന്ദര്യയും തമ്മിൽ കശപിശകൾ ഉണ്ടാകുന്നു, മോശമായ പല വാക്കുകളും അവിടെ ഉപയോഗിക്കുന്നു. അതെല്ലാം ഡെവിൾസ് തമ്മിൽ പോലും ഇതിനിടയിൽ അവർക്ക് തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് തന്നെ ഒരു എന്താ പറയുന്ന ഒരു യോജിപ്പില്ല. അവർ തമ്മിൽ കൂട്ടത്തല്ല് വരെയും കൂടേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നു. അതുപോലെ പല കണ്ടസ്റ്റൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ജെഫ്രി ആണെന്നുണ്ടെങ്കിലും അനിഷിതയാണെന്നുണ്ടെങ്കിലും അവരുടെ രണ്ടുപേരുടെയും 3 ബാഡ്ജസും അതായത് ഹേർഡ് 3 ബാഡ്ജസ് ആണല്ലോ ഹേർഡിന്റെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഗെയിമിൽ നിന്ന് പുറത്താകും. അതുപോലെ തന്നെ അത് കൂടുതൽ ബാഡ്ജസ് അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഏഞ്ചൽസിന്റെ ഹേർഡ് എടുക്കുന്ന നമ്മുടെ ഡബിൾസ് ടീമിലുള്ള ഒരാൾക്ക് ഈ പറയുന്നത് പോലെ ഈ ഒരു സീസണിൽ ഈ ഒരു വീക്കിൽ നമ്മൾ ബിഗ് ബോസ് ഓരോ ഓഫേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം അതെന്താണെന്നും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഡബിൾസിന്റെ ടീമിൽ നമ്മുടെ ദീപക് ആണെന്നുണ്ടെങ്കിലും മഞ്ജരി ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി 3 ഹാർട്സ് എടുത്തു കഴിഞ്ഞു, നേടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ സാച്ചന 2, മുത്തുകുമാരൻ 2, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മികച്ച രീതിയിൽ ദീപക്കൊക്കെ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. ഫിസിക്കലി അധികം അറ്റാക്കിംഗ് ഇല്ലെങ്കിൽ പോലും സൈക്കോളജിക്കലി അതെങ്കിൽ വെർബൽ ആയിട്ടുള്ള അറ്റാക്കിങ്ങുകളും മെന്റലി അവര് തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ ജാക്കലിൻ ആണെന്നുണ്ടെങ്കിലും സൗന്ദര്യ ആണെന്നുണ്ടെങ്കിലും സെൽഫിഷ് ഗെയിം കളിച്ചിട്ട് ആ ഒരു ടാസ്കിന്റെ ആ ഒരു ബ്യൂട്ടി തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ടാസ്കിനെ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊപ്പമുള്ള ടീം അംഗങ്ങൾ എതിർ ടീമിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഫേവറബിൾ ആയിട്ട് ചെയ്തു കൊടുക്കുകയും ടാസ്കിനെ ടാസ്കായി കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ മുത്തുവാണെന്നുണ്ടെങ്കിൽ ഫേവറിസം കാണിച്ചുകൊണ്ട് ടാസ്കിന്റെ ആ ഒരു ബ്യൂട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുണാണെന്നുണ്ടെങ്കിൽ മുത്തുവിനെതിരെ സംസാരിക്കുന്നു. മുത്തുവിനെ ഓവർ ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അരുൺ എല്ലായിടത്തും പ്രതികരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ ടാസ്കിൽ കണ്ടത്. ഒരു പരിധി കഴിഞ്ഞ് അരുണും ആ ഒരു ടാസ്കിൽ ഡെവിൾസ് ടീമിലുള്ള മഞ്ജരി ആണെന്നുണ്ടെങ്കിലും അതുപോലെ സാജനയാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളോട് യോജിക്കാൻ സാധിച്ചില്ല. അതിനെതിരെ പ്രതികരിക്കുന്നു. കാരണം മറ്റുള്ളവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒക്കെ എടുത്ത് നശിപ്പിക്കുന്നത് വരെയും ആർക്കും അങ്ങോട്ട് ഒത്തുപോകാൻ സാധിച്ചില്ല. അതിനെതിരെ ഡെവിൾസ് ടീമിലുള്ളവർ തന്നെ പ്രതികരിച്ചു. മൊത്തത്തിൽ ഡെവിൾസ് ടീമിൽ തന്നെ ഒരു കൂട്ടായ്മയില്ല. അവർ തമ്മിൽ അവർക്ക് തന്നെ ഒരു യോജിപ്പില്ലാത്ത രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ തമ്മിൽ തന്നെ അവർക്കുള്ളിൽ തന്നെ ഒരു തമ്മിലടി ഉണ്ടാക്കുന്നു. അത് തന്നെയാണ് ഇന്നലെ മൊത്തവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആഫ്റ്റർനൂൺ സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹാഫ് ടൈം, ഇന്നലത്തെ ദിവസത്തിന്റെ ഒരു ഹാഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെവിൾസ് ടീം മൊത്തത്തിൽ തകർന്ന് അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിന്നുകൊടുത്ത ആ ടാസ്കിനെ ടോട്ടലി സ്പോയിൽ ചെയ്തു. ആദ്യ കുറച്ച് മണിക്കൂറുകൾ ഡെവിൾസ് ടീം ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന് നമ്മുടെ ഏഞ്ചൽസ് ടീമിനെ മാക്സിമം അവരെ എങ്ങനെയൊക്കെ വെറുപ്പിക്കാൻ സാധിക്കുമോ അതെല്ലാ രീതിയിലും വെറുപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ക്രൂവലായി പോയി എന്ന് മാത്രം. അതൊക്കെ പ്രേക്ഷകർ വിലയിരുത്തിക്കൊള്ളും. ആ ഒരു കണ്ടസ്റ്റൻസിന് അല്ലെ പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിന് മാത്രം ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവരത് വേണ്ട രീതിയിൽ നോക്കി അവർ തിങ്ക് ചെയ്ത് അവർ ഏത് ലിമിറ്റ് വരെയും പറ്റും, ഏത് ലിമിറ്റ് വരെ ഒരു കണ്ടസ്റ്റൻസിനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തങ്ങൾക്കും ബാധിക്കില്ല എന്ന് മനസ്സിലാക്കി ചെയ്താൽ അവർക്കും കൊള്ളാമില്ലെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് വന്നു കഴിയുമ്പോൾ പബ്ലിക് എല്ലാം അവർക്കെതിരെ തിരിയും, അവർ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പം ഇന്നലത്തെ ഒരു ദിവസം നോക്കിക്കഴിയുമ്പം ഈ ഒരു ഡെവിൾസ് ടീമിനുള്ളിൽ തന്നെ നടന്ന ഒരു തമ്മിൽ തല്ലും, അതുപോലെ തന്നെ ഡെവിൾസ് ടീമിലുള്ള ജാക്ലിൻ സൗന്ദര്യ അവർ തമ്മിലുള്ള ഒരു പാർഷ്യാലിറ്റി, മുത്തുവിന്റെ ഒരു ഫേവറിസം, ഇതൊക്കെയാണ് കണ്ടുവന്നത്. അതുപോലെ തന്നെ കുറച്ച് ക്രൂവലായിട്ട് ഹ്യൂമാനിറ്റി ഇല്ലാത്ത രീതിയിൽ ആ ഒരു ടാസ്കിനെ സമീപിച്ച് മഞ്ജരി, സാച്ചന, തഷിക എന്നിവർ കുറച്ച് വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ എഞ്ചൽ ടീമിൽ ഈ പറഞ്ഞതുപോലെ എത്ര എഞ്ചലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ഒരു രീതിയിലേക്ക് അൻഷിതനെ കാണാൻ സാധിച്ചു. എന്ത് എഞ്ചലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് സ്വന്തമായിട്ട് കിട്ടുമ്പോൾ കുറച്ചു നേരമൊക്കെ സഹിച്ചു നിന്നെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് അവരത് ആ ഒരു ഹേർട്ട് ചെയ്യിപ്പിക്കുന്ന കണ്ടു കഴിയുമ്പോൾ പ്രതികരിക്കുന്ന ഒരു രീതി, അതെങ്ങനെയാണോ താൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ പ്രതികരിക്കുമെന്ന രീതിയിലേക്ക് വന്ന് ഈ പറയുന്ന ഹേർട്ടെല്ലാം ഊരിക്കൊടുത്ത് ഗെയിമിന് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം ഈ ഒരു ടാസ്കിന് ട്വിസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഏഞ്ചൽസിനെ ഡെവിൾസ് ആക്കുമോ, ആ ഒരു വൈസ് വെർസ തിരിച്ചു കൊടുക്കുമോ, ബിഗ് ബോസ് തിരിച്ച് റിവെഞ്ച് എടുക്കാൻ ഒരു അവസരം കൊടുക്കുമോ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ആകും എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.